ഈ കാലഘട്ടത്തെ ഒരു അന്ത്യകാലഘട്ടമായി നാം വിശേഷിപ്പിച്ചാൽ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റായ വിശേഷണമായി തീരുമോ? കഴിഞ്ഞ 2000 വർഷമായി ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിനെ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ തലമുറയിലും ചോദിച്ച ചോദ്യമാണ്, എന്നാൽ നാം വസിക്കുന്ന ഈ തലമുറ അന്ത്യകാലത്തിലാണെന്ന് നാം പറഞ്ഞാൽ അതൊരു തെറ്റായി തീരുമോ? ഇന്ന് നാം വസിക്കുന്ന ഈ സഭായുഗം, ഈ ചർച്ച് ഏജ് എന്ന് പറയുന്നത് അതൊരു ലാസ്റ്റ് ഏജ് ആണോ? ഇതാണോ ഏറ്റവും അവസാനത്തെ ആ കാലഘട്ടം? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഇത് ഒരു അന്ത്യകാലഘട്ടം തന്നെയാണ്. ഇത് വേദപുസ്തകം പറയുന്ന ആ അന്ത്യകാലഘട്ടം തന്നെയാണ്. അതായത് കാലം അവസാനിക്കുവാനായി പോവുകയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി വചനത്തിൽ നിന്ന് നമുക്ക് ഗണിച്ചെടുക്കാം. എന്നാൽ ഇതിന് ഒരു തീയതിയോ ഒരു ഡേറ്റോ ഒരു വർഷമോ നമുക്ക് നിശ്ചയിക്കുവാൻ സാധ്യമല്ല. അഥവാ നമുക്കൊരു ഡേറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ഇന്ന ദിവസം 2027 ആണ്ടിൽ ജനുവരി മാസം 4-ാം തീയതി കർത്താവ് വരും എന്നുള്ളൊരു സമയം കിട്ടിയെങ്കിൽ പോലും ഈ ലോകം അതിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്ന കാര്യം. ഉദാഹരണം എന്ന് പറയുന്നത് നോഹയുടെ കാലഘട്ടമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രളയം നടക്കുമെന്ന് ലോകത്തിലുള്ള എല്ലാവരോടും നോഹ നടന്ന് പ്രസംഗിച്ചു. എന്നാൽ വർഷങ്ങളെടുത്ത് പ്രസംഗിച്ച പ്രസംഗത്തെ പോലും ആരും വിശ്വസിച്ചില്ല. ആ പെട്ടകത്തിലാകെ കൂടെ കയറിയത് 8 പേർ മാത്രമായിരുന്നു. അഥവാ നമ്മുടെ മുൻപിൽ ഒരു ഡേറ്റ് കിട്ടിയെങ്കിൽ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമെന്നല്ലാതെ ഒരുങ്ങി കാത്തിരിക്കുന്നതിന് വേണ്ടി ആരും തയ്യാറാവുകയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നാം എപ്പോഴും ഇതിനെ ഒരു വിശ്വാസത്താൽ അപ്രോച്ച് ചെയ്യണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യേശു കർത്താവ് ആ ഒരു ഡേറ്റിനെക്കുറിച്ച്, ആ ഒരു സമയത്തെക്കുറിച്ച്, വരവിൻ്റെ ആ ഒരു നാഴികയെക്കുറിച്ച് പരിപൂർണമായും അതൊരു മിസ്റ്ററിയാണെന്നുള്ള നിലയിൽ അതൊരു നിഗൂഢമായ കാര്യമാണ്. ആ സമയം എന്നുള്ളതിനെക്കുറിച്ച് യേശു ആ രീതിയിൽ സംസാരിച്ച് അതിനെ മറച്ചു വെച്ചതും. എന്നാൽ ചിലർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ വൈ ഡു വി കെയർ? ദൈവം നമ്മളോട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഇന്ന ദിവസം അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അടയാളങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, എന്നാൽ അത്രയ്ക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? വൈ ഡു വി കെയർ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അതെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേലും ദാനിയേലും ഒക്കെ പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് വെച്ചാൽ അതൊരു വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? എന്നാൽ മനസ്സിലാക്കണം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളുടേതല്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കാലവും സമയവും, ആ ഡേറ്റ്. എന്നാൽ വളരെ വ്യക്തമായ അടയാളങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ആ കാലഘട്ടം അവസാനിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള അടയാളങ്ങൾ നമ്മുടെ മുൻപിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാം വസിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലാണെന്നുള്ളത്. ആ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഇത് ചിലപ്പോൾ നമ്മുടെ ഈ വാർത്തകളുടെയും നമ്മുടെ മുൻപിലുള്ള സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അടയാളങ്ങളെ എല്ലാ ദിവസവും നമ്മുടെ ചെവി തുറന്ന്, നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ അതിനെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കണം, അതിനെ പഠിച്ചുകൊണ്ടിരിക്കണം, അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങളെ ചതിക്കുന്നതിന് വേണ്ടി കള്ളക്രിസ്തുക്കളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകന്മാരും വരും എന്നുള്ളത് തന്നെയാണ്. അവർ ഏതെല്ലാം രീതിയിൽ കർത്താവിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ ദാസന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വൈറ്റ് വാഷ് ചെയ്ത് എന്തെല്ലാം രീതിയിൽ അവരവരുടെ യഥാർത്ഥ മുഖംമൂടി അത് മറച്ചു വെച്ചതിന് ശേഷം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാലും അവരെ വിവേചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിവേചനാത്മാവ് നമ്മുടെ മുൻപിൽ ആവശ്യമാണ്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നിങ്ങളുടെ മുൻപിൽ എഴുന്നേൽക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് യുദ്ധവും യുദ്ധഭീതിയുമാണ്. യുദ്ധത്തിൻ്റെ ആരവങ്ങളാണ്, യുദ്ധശ്രുതികളാണ്. നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ വളരെ ശക്തമായത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങും യുദ്ധം, എവിടെയും യുദ്ധം. ചിലപ്പോൾ അത് ഒരു വാർത്ത വരുന്ന സമയത്ത് അത് മറഞ്ഞു പോയെങ്കിലും ഇന്ന് ലോകത്തിൽ ആക്റ്റീവായിട്ടുള്ള യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല. വാർത്തകൾ വന്നപ്പോൾ ചില യുദ്ധങ്ങൾ മുങ്ങിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന വളരെ മാറ്റങ്ങളാണ്. ഒന്നാമത്തെ ഭൂമി കുലുക്കം, ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നുള്ള കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ പുതിയതോരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമങ്ങളുണ്ട്,
ഭൂമി കുലുക്കങ്ങൾ അത് എപ്പോഴും നമ്മൾ കാണുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഭൂമി കുലുക്കങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ ആവശ്യത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത ഒരു അടയാളം എന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ ഇൻക്രീസാണ്, വർധനവാണ്. ക്രൈസ്തവരായിട്ടുള്ള ദൈവമക്കൾ ഭൂമിയിൽ എല്ലായിടത്തും അവർ ഒരു പ്രതികൂലങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് യഹൂദൻ്റെ തളിർപ്പ് തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, അത്തിവൃക്ഷം തളർക്കുന്ന സമയത്ത് വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നത് പോലെ യഹൂദൻ്റെ തളിർപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള തളിർപ്പ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു രണ്ടാമതായി ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്വം സ്വീകരിക്കുവാൻ വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ്. ഓരോ ദിവസവും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. യഹൂദൻ അഥവാ ഇസ്രയേൽ നമ്മുടെ മുൻപിൽ തളർത്തു നിൽക്കുന്നത് തന്നെ യേശു ക്രിസ്തു തൻ്റെ വാക്ക് നിവർത്തിക്കുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. ഒരിക്കൽ കൂടെ യഹൂദന്മാർ ഒരു രാജ്യം ആകുമെന്ന് യേശു ക്രിസ്തു തൻ്റെ വാക്കിലൂടെ, പ്രവചനത്തിലൂടെ പറഞ്ഞിരുന്നു. യഹൂദന്മാരുടെ രാഷ്ട്രീയമായ തളിർപ്പ് അത് സംഭവിച്ചതിന് ശേഷം, ആ പ്രവചനം സംഭവിച്ചതിന് ശേഷം യഹൂദന്മാരാകുന്ന രാജ്യം തന്നെ ഈ ഭൂമിയിൽ നിന്ന് അപ്പാടെ അപ്രത്യക്ഷമായി. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ 1948 യഹൂദന്മാരുടെ ഒരു പുതിയ തലമുറ ഉണ്ടായിരിക്കുകയാണ്. യഹൂദന്മാർ പരിപൂർണമായും തീർച്ചയായിട്ടും അവർ അവരുടെ രാജ്യമായി ഒരു പുത്തൻ തലമുറയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു വാക്യം വായിക്കുന്ന സമയത്ത് ഒരു തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു തലമുറ, ആ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും കാണുന്ന ഒരു തലമുറ എന്നുള്ള നിലയിൽ യേശു കർത്താവ് പറയുന്നുണ്ട്. ആ തലമുറയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ചർച്ച് ഹിസ്റ്ററി എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, സഭാ സ്ഥാപനം മുതൽ ഇന്നുവരെ പഠിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളുള്ള ബന്ധത്തിൽ പ്രധാനമായും 4 തലമുറകളെയാണ് നമുക്ക് കണക്കിലാക്കുവാൻ പറ്റുന്നത്. ഒന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ തലമുറയാണ്. തീർച്ചയായിട്ടും യേശു കർത്താവ് തൻ്റെ രണ്ടാമതായി രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ വന്നില്ല. അതുകൊണ്ട് ആ തലമുറയല്ല അവിടെ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ തലമുറ എന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേട്ടു തുടങ്ങുന്ന തലമുറ എന്ന് പറയുന്നത് അത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുള്ള തലമുറയാണ്. 1918 മുതൽ എന്നുള്ള ആ ഒരു കാലഘട്ടമാണ്. യഥാർത്ഥമായും അന്ത്യകാല സംഭവങ്ങളുടെ ഒരു ഇനാഗ്രേഷൻ തന്നെ തുടങ്ങുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം രാജ്യങ്ങൾ തമ്മിൽ വളരെയധികം ഭിന്നിപ്പുണ്ടായി. ഒരുമിച്ച് ചേരുവാൻ സാധ്യമാകാത്ത രീതിയിൽ രാജ്യങ്ങൾ തമ്മിൽ അത് വളരെയധികം വിദ്വേഷത്താൽ ചേരി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള തലമുറ എന്ന് പറയുന്നത് അന്ത്യകാല സംഭവങ്ങളുടെ ഒരു ഇനാഗ്രേഷൻ തലമുറ തന്നെയായിരുന്നു. അടുത്ത ഒരു തലമുറ എന്ന് പറയുന്നത് 1948 യഹൂദന്മാരുടെ ഇസ്രയേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ രൂപീകരണം കണ്ട തലമുറയാണ്. 1948 എന്ന് പറയുന്ന ആ തലമുറയിൽപ്പെട്ടവർ അവരുടെ കാലത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 2026 എന്ന് പറയുന്ന നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ഒരു തലമുറയെ നമുക്ക് ഗണിച്ചെടുക്കുവാൻ പറ്റുന്നത് 1967 ശേഷമുള്ള ഒരു തലമുറയാണ്. 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം യഹൂദന്മാർക്ക് ലഭ്യമായ കാര്യമെന്ന് പറയുന്നത് യെരുശലേം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ യഹൂദന്മാരുടെ കരങ്ങളിലുള്ള അവരുടെ ആക്സസ് എന്നുള്ളതാണ്. 1967 ശേഷമാണ് നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് യെരുശലേമിൽ യഹൂദന്മാർക്ക് പരിപൂർണമായിട്ടുള്ള ആക്സസ് ലഭ്യമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. യെരുശലേം യഹൂദൻ്റെ അഥവാ ഇസ്രയേലിൻ്റെ കൈവശം വന്നത് 1967 മുതലാണ്. അങ്ങനെയെങ്കിൽ തലമുറയെക്കുറിച്ച് പഠിച്ചു വരുന്ന സമയത്ത് 1967 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തലമുറയാണ് ആ തലമുറ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും. എന്നാൽ നമുക്ക് പ്രധാനമായും 4 തലമുറകളാണ് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശിഷ്യന്മാരുടെ തലമുറയും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തലമുറയും 1948 ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിൻ്റെ സ്ഥാപനം കണ്ട തലമുറയും 1967 യെരുശലേം ഇസ്രയേലിൻ്റേത് ആകുന്നത് കണ്ട തലമുറയും. എന്താണെങ്കിലും വളരെ വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാൽക്കുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ ഒരു രാഷ്ട്രമായി അവർ തളർത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്, ഒരു തലമുറ തന്നെയാണ് നമ്മുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷമായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വീണ്ടും വീണ്ടും നമ്മൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ അഥവാ താമസിക്കുന്നത് അന്ത്യകാലത്താണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അന്ത്യകാലത്ത് തന്നെയാണ് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻപിൽ പ്രധാനമായും നടക്കേണ്ടത് 3 സംഭവങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാപണമാണ്. 2 എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. 3 എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യസ്ഥാപനമാണ്.
ആ വിഷയങ്ങളുള്ള ബന്ധത്തിൽ നാം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ താമസിക്കുന്നത് ആ അന്ത്യകാലത്താണോ? ഉൽപ്രാമണത്തിൻ്റെതായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തിൻ്റെതായിക്കൊള്ളട്ടെ, യേശു കർത്താവിൻ്റെ രാജ്യസ്ഥാപനത്തിൻ്റേത് ആയിക്കൊള്ളട്ടെ, ആ കാലഘട്ടത്തിലാണോ നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും വീണ്ടും നാം ചോദിക്കുമ്പോൾ ഈ ലോകം നമ്മളോട് ആവർത്തിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. അതെ, നമ്മൾ ആ തലമുറയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ പ്രധാനമായും ഇനിയും നടക്കുവാനുള്ള പ്രത്യക്ഷത്തിലുള്ള ചില അടയാളങ്ങൾ കൂടെയുണ്ട്. ഇതും കൂടെ നമ്മുടെ മുൻപിൽ നടന്നു കാണുമ്പോഴേ ദൈവത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതിയുടെ അനാവരണം നമ്മുടെ മുൻപിൽ നടക്കുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് വിശ്വാസത്യാഗം എന്നുള്ള കാര്യമാണ്. അനേകർ ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ, വിശ്വാസപരമായി അവർ മാറിപ്പോകുന്ന അവസ്ഥ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ദിവ്യത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെതിരായി ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ വിശ്വാസത്യാഗത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, എല്ലാവരും ഇതിനുള്ളിൽ തന്നെയാണ്, വിശ്വാസ പ്രമാണം സത്യമാണ് എങ്കിലും ദൈവസ്നേഹമില്ലാതെ മുന്നോട്ട് പോകുന്ന മനസ്സാക്ഷിയില്ലാത്ത ഒരു തലമുറയുടെ എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ജീവിതവുമായി കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ സാധ്യമായി തീരും. മനസ്സാക്ഷിയില്ലാതെ ദൈവവചനവും കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തന്നെ പരീശന്മാരുടെ കപടഭക്തിയോടുകൂടെ മുന്നിട്ടിറങ്ങുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസത്യാഗികളുടെ ഒരു കൂട്ടം തന്നെയാണ് അവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ ഇൻക്രീസിംഗ്ലി നമ്മൾ കാണുവാൻ പോകുന്ന കാര്യം വിശ്വാസത്യാഗം എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു ചർച്ചിൽ പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് ഇത്രയും പൊളിറ്റിക്സ് ഈ ചർച്ചിൽ, എന്തുകൊണ്ടാണ് ഇത്രയും ഡിവിഷൻസ് ഇവിടെ? ഒരു കൂട്ടർ ഒരു രീതിയിൽ പോകുന്നു, മറ്റൊരു കൂട്ടർ മറ്റൊരു രീതിയിൽ പോകുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഇത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വിശ്വാസത്യാഗം അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നവരും വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നവരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ ഉപവാസ പ്രാർത്ഥന നടത്തും, ക്രൂസൈഡുകളൊക്കെ സംഭവിക്കും. വിശ്വാസത്തെ മറയാക്കി അവരുടെ സ്വന്തം ജീവിതത്തെ ന്യായീകരിക്കുന്ന കപടഭക്തന്മാരുടെ എണ്ണം ഈ കാലഘട്ടങ്ങളിൽ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു ലാൻഡിൻ്റെ ബ്ലോസം ആൻഡ് ബ്ലൂമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റി അത് കൂടുതൽ ഫെർട്ടൈലായി തീരുകയാണ്. അവിടെ കൂടുതൽ അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ മരുഭൂമികൾ അതെ നല്ല മഴയാൽ കുതിർന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രയേൽ ലോകത്തിൻ്റെ തന്നെ കലവറയാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക തന്നെ ചെയ്യും. അത് അതിൻ്റെ ആരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതും നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോർത്തേൺ രാജാക്കന്മാർ, ഗോഗ് മാഗോഗ് ശക്തികൾ, റഷ്യയുടെയും ഇറാൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ശക്തി ഇസ്രയേലിനെ ഇൻവേഡ് ചെയ്യുന്നതിന് വേണ്ടി ഇസ്രയേലിനോട് ചേർന്ന് വരുന്ന ഒരു കാഴ്ചയാണ്. അതും നമ്മുടെ മുൻപിൽ നമ്മൾ കാണുവാൻ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് കിഴക്കൻ രാജ്യങ്ങൾ ശക്തിപ്പെടും എന്നുള്ളത് തന്നെയാണ്. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കിഴക്ക് നിന്നൊരു മഹാസൈന്യം ഇസ്രയേലിനെ യെരുശലേമിനെ ലക്ഷ്യമാക്കി വരുമെന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് ഇപ്പോഴേ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈന അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ശാക്തീകരണം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളിൽ ഒന്ന് തന്നെയാണ്. അടുത്ത ഒരു അടയാളം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതി എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ യഹൂദന്മാർക്ക് ഒരു ദേവാലയമില്ല, എന്നാൽ യെരുശലേമിൽ ഒരു ദേവാലയം ഉയരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിൻ്റെ നിർമ്മാണം തുടങ്ങുക തന്നെ ചെയ്യും. അതിനുവേണ്ടി യഹൂദന്മാർ ഒരുക്കമാണ്. അവർ അതിൻ്റെ പ്ലോട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും അവിടെ തടസ്സങ്ങളുണ്ട്. അതിനെ നീക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും യഹൂദന്മാരുടെ മുൻപിൽ കളമൊരുങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞതിലെ അവസാനത്തെ 2 അടയാളങ്ങൾ നടക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലായിരിക്കും. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭൂമിയെ 7 വർഷം ഭരിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന സമയത്തായിരിക്കും
കിഴക്കു നിന്നുള്ള രാജാക്കന്മാർ യെരുശലേമിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു രാജാവിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ സമയത്തായിരിക്കും യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതി നടക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻപിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുവാനുള്ളത്. ഒന്ന്, ദൈവമക്കളാകുന്ന ദൈവസഭയുടെ ചർച്ചിൻ്റെ ഉൽപ്രാവണം, റാപ്ചർ എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും യഹൂദന്മാരും ഒരുപോലെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്നു ചേരുന്ന ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയാകുന്ന യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് എന്നുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങളുമാണ് ദൈവമക്കളുടെ ബ്ലസ്സഡ് ഹോപ്പിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. മഹത്വകരമായിട്ടുള്ള പ്രത്യാശയാണ്. ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്ന സമയത്ത് അത് നമ്മളുടെ കാലഘട്ടത്തിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത, വളരെ അടുത്ത സാധ്യതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മീഡിയയിലൂടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അബദ്ധം കാണിക്കരുത്. നമ്മൾ ഉറങ്ങുന്നവരായി തീരരുത്. ഡേറ്റ് കിട്ടിയില്ലെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, എന്ന് നമ്മുടെ കർത്താവ് വന്നാൽ നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമോ എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ എന്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും നമ്മൾ അനുദിനം അതിൻ്റെ ഉറപ്പ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കണം. ഇതുവരെയും യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുക്രിസ്തു ആകുന്ന ദൈവപുത്രനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നിങ്ങളുടെ പാപവഴികളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവപുത്രനായി നിങ്ങൾ അംഗീകരിക്കുകയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യണം. രണ്ടാമതായി, യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തും ഒരുങ്ങിയും കൊണ്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമുക്ക് ഒരു ചെറിയ ജീവിതം നൽകിയിരിക്കുകയാണ്. ഈ ജീവിതത്തെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനല്ല. മനുഷ്യൻ്റെ പ്രീതി പറ്റുന്നതിന് വേണ്ടി നാം പോകുന്നിടത്തെല്ലാം ദുഷ്ടത പരത്തുന്ന വ്യക്തികളായിട്ടല്ല, എന്നാൽ ദൈവമകനായി ദൈവമകളായി ജീവിക്കുവാനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അതിനെ കാണുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അത് ഉൽപ്രാപണമാണെങ്കിലും മഹത്വ പ്രത്യക്ഷതയാണെങ്കിലും യേശു കർത്താവിൻ്റെ രാജ്യസ്ഥാപനമാണെങ്കിലും അതിൽ നമുക്കൊരു സ്ഥാനവും ഒരു പാർട്ടിസിപ്പേഷനും ഉണ്ടാകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.